ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് എൻഫീൽഡിലെ ഒരു ഗാർഡൻ സെന്ററിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ ഗാർഡൻ സെന്റർ ആണ്. ചെടികൾ മാത്രമല്ല, ഒരുപാട് ഗാർഡൻ ആക്സസറീസ് ഉണ്ട്, ഹൗസ് ഹോൾഡ് ആക്സസറീസ് ഉണ്ട്. ഒരു മനോഹരമായൊരു ലോകമാണിത്. അപ്പൊ എല്ലാവരും വായോ, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ ഗാർഡൻ സെന്റർ തുടങ്ങുന്നത്. ഇത് പുറത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ മുതൽ നമ്മുടെ ഡാലിയാസിൻ്റെ ഒക്കെ സെക്ഷൻ തുടങ്ങുകയാണ്. ഡാലിയാസും റോസസും ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. വില ഒട്ടും കുറവല്ല കേട്ടോ, നല്ല വിലയുണ്ട്. പക്ഷെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ നേരത്തെയും ഇവിടെ വന്ന് പ്ലാന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. കണ്ടില്ലേ എന്ത് രസമുള്ള റോസാപ്പൂക്കളാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. ധാരാളം പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം മറക്കും എന്ന് തന്നെ പറയാം. അതുപോലത്തെ കാഴ്ചകളാണ്. അല്ലെങ്കിലും എനിക്ക് ഈ ചെടികളൊക്കെ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടികൾ മാത്രമല്ല, ഈ എസ്പെഷ്യലി കുറച്ച് ടെൻഷനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഷോപ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കാഴ്ചകൾ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങി ആ ഷോപ്പിൽ കൂടെ ഓരോന്നും എടുത്ത് നോക്കി, അല്ലെങ്കിൽ അതിനടുത്തൂടെയൊക്കെ ഒന്ന് പോയി കറങ്ങി ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മളെല്ലാ ടെൻഷനും മറക്കും. നിങ്ങളും അതുപോലെയാണോ? കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നെ പോലെ ആണെങ്കിൽ. അപ്പോൾ എന്തെല്ലാം വെറൈറ്റി റോസസാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. പല വിലയിലും പല വലിപ്പത്തിലും പല കളറിലും ഉള്ള റോസസ്. ചേച്ചി അതിനിടയിൽ കൂടെ ഒക്കെ നടന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഡിസൈനിലുള്ള ചട്ടികൾ, പോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലേയിൽ ഉണ്ടാക്കിയേക്കുന്ന പോട്ട്സ് ആണ്. അതുപോലെ ഗാർഡൻ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ ഇരിക്കുന്നത്. സോഫ്റ്റ് പ്ലാന്റ്സും ഡാലിയാസും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഈ ഡാലിയ കാണാൻ, അടിപൊളിയല്ലേ? ചെറിയ വാട്ടർ ഫൗണ്ടൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പല മോഡലിലുള്ള. ഇതൊക്കെ ഔട്ട്ഡോർ ഫൗണ്ടൻസ് ആണ്, ഇൻഡോർ ഫൗണ്ടൻസ് അല്ല. ഇത് ബെറീസിന്റെ സെക്ഷനാണ്. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി അങ്ങനത്തെ ബെറീസിന്റെ ഒരു കളക്ഷനാണ്. ഫ്രൂട്ട് ട്രീസ്, ചെറിയ ഫ്രൂട്ട് ട്രീസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പുറകിലേക്ക് നമ്മുടെ ആപ്പിളും പെയറും പ്ലമ്മും അതിൻ്റെയൊക്കെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ലച്ചു ആണെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ പ്ലാന്റ് എടുത്തുകൊണ്ട് ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്കത് വാങ്ങിയാലോ എന്ന് പറഞ്ഞ്, എന്നിട്ട് ആൾ പെട്ടെന്ന് കൊണ്ട് തിരിച്ചു വെച്ചു. അപ്പം ചേച്ചി വീണ്ടും പോയി ആ ഓറഞ്ച് പ്ലാന്റ് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട്, അതൊരു ബോൺസായി ഓറഞ്ച് ആയിരുന്നേ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ലെമൺ നിപ്പുണ്ട്. ഇത് പല വെറൈറ്റീസിലെ മുളകുകളാണ്, ചില്ലി പ്ലാന്റ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാം തന്നെ കായ്ച്ച് പഴുത്ത് നിൽക്കുന്ന ചില്ലീസാണ്. അപ്പം നമുക്ക് നോക്കി വാങ്ങാം ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊന്നും അധികം എരിവുള്ള മുളകല്ല കേട്ടോ. ഇവിടെ വീണ്ടും ബെഡിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. പല വെറൈറ്റീസിലുള്ള നമ്മുടെ ഗ്രാസ് ടൈപ്പിലുള്ള ചെടികളൊക്കെയാണ് ഈ നിൽക്കുന്നത്. എനിക്കിതിൻ്റെ ഒന്നും പലതിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് പറയാനായിട്ട് എനിക്കിതൊന്നും അറിയില്ല. എന്ത് രസമല്ലേ, നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. അതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. മനുഷ്യർ മാത്രമല്ല കേട്ടോ ഇവിടെ ഷോപ്പിങ്ങിന് വന്നേക്കുന്നത്, പെറ്റ്സും ഉണ്ട്.
പല വെറൈറ്റീസിലുള്ള പല ബ്രീഡ്സിലുള്ള പെറ്റ്സ് ഉണ്ട് ഇവിടെ. രസമാണ് സമ്മർ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ചെടികളും ഒക്കെ വാങ്ങാനായിട്ട് പെറ്റ്സിനെയും കുട്ടികളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അവരെയും കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൗതുകമുള്ള കാഴ്ച തന്നെയാണ് ഇവിടെ. വീണ്ടും കുഞ്ഞു കുഞ്ഞു ഡാലിയാസിന്റെ സെക്ഷൻസ് വന്നിട്ടുണ്ട്. എന്ത് രസമാണ് നോക്കിക്കേ ഈ പൂക്കൾ കാണാനായിട്ട്. എന്ത് ഭംഗിയല്ലേ, എന്ത് നല്ല കളേഴ്സാ. ആ പർപ്പിൾ കാണാൻ ഭയങ്കര രസമുണ്ട്. ഇവിടെ മുതൽ പല വെറൈറ്റീസിലുള്ള ക്ലേ പോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെറൈറ്റി മാത്രമല്ല, പല വലിപ്പത്തിലും ഉള്ള. എന്തെല്ലാം ഡിസൈൻസ് ആണെന്നറിയാവോ? എല്ലാം ഇതൊക്കെ സെയിലിന് ഇരിക്കുന്ന ഐറ്റംസ് ആണ്, വില കുറച്ച് വെച്ചേക്കുന്ന ഐറ്റംസ്. ഇവിടൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും. പക്ഷെ നമ്മുടെ പോക്കറ്റ് നോക്കിയല്ലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പല വെറൈറ്റീസിലുള്ള പോട്ട്സ് ആണ്. ധാരാളം കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പലതും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും എന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തോരം വലിപ്പത്തിലാണ് ഇവിടുത്തെ ഈ പോട്ട്സിൻ്റെ സെക്ഷൻ ഉള്ളതെന്നുള്ളത്. പോട്ട്സ് ഒന്നും തന്നെ ഞാൻ വാങ്ങുന്നില്ല ഇവിടുന്ന്. ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് വാങ്ങിയ പല പല പോട്ട്സ്, ധാരാളം പോട്ട്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമാണ്. അതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കി, അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി, അതുവഴി അതിനിടയ്ക്കൂടെയൊക്കെ ഒന്ന് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചാണ്, എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല. ഇത് കുറച്ച് നാൾ മുമ്പ്, അതായത് കഴിഞ്ഞ സമ്മറിൽ പോയ ഒരു വീഡിയോ ആണ്, സമ്മറിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ആ സമയത്തൊന്നും എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ തോന്നിയില്ല. ഇപ്പോഴാണ് എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ ഇത് കണ്ടപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയത്. ഇത് പല വെറൈറ്റിയിലുള്ള ഹൈഡ്രാഞ്ചിയാസ് ആണ്. നമ്മുടെ വീട്ടിലും ഉണ്ട് കേട്ടോ ഈ കളേഴ്സൊക്കെ. ഈ ഹൈഡ്രാഞ്ചിയാസ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ ഗാർഡൻ ടൂറിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും ഹൈഡ്രാഞ്ചിയാസ് ഒക്കെ. ഇവിടെ മുതൽ ഗാർഡൻ ഡെക്കോർ ഐറ്റംസ് ആണ്, ഓർണമെൻ്റൽ ഐറ്റംസ് ആണ്. ഗാർഡൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന മയിലുകൾ, അതുപോലെ ഫ്ലമിംഗോസ്, പൂവങ്കോഴി, അങ്ങനെ പലതരം ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് മേടിക്കുക, കൊണ്ടുപോവുക, ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. എന്ത് ഐറ്റം വേണേലും ഇവിടെ കിട്ടും. അതുപോലെ പലതരം പെസ്റ്റിസൈഡ്സും അതുപോലെ വളങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ ഗാർഡൻ ടൂൾസ് ഉണ്ട്, നമുക്ക് വേണ്ടുന്ന ഷവള്, അങ്ങനത്തെ എന്ത് ഗാർഡൻ ടൂൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സ്, ഇവിടെ ഡാലിയാസിൻ്റെ ഒക്കെ വിത്തുകൾ ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുണ്ട്, വില കുറച്ച് വിൽക്കാനിട്ടേക്കുവാണ്. ഞാനും കുറച്ച് വിത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലതരത്തിലുള്ള ഗാർഡൻ ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ മിനി ഗ്രീൻ ഹൗസുകൾ ഇവിടെ ലഭ്യമാണ്, നമുക്ക് വിത്തൊക്കെ പാകി സൂക്ഷിക്കാനും. അതുപോലെ വിൻ്ററിൽ ചെടികളൊക്കെ ഇതിനകത്തേക്ക് സൂക്ഷിച്ച് മഞ്ഞിൽ നശിച്ചു പോകാതെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ ആയിട്ട് ഗ്രീൻ ഹൗസസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ സ്പ്രേ ബോട്ടിൽസും അതിൻ്റെയൊക്കെ കണക്ഷൻസും ഒക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ സമ്മറല്ലേ, അപ്പോൾ ഇലക്ട്രിക് ഗ്രില്ല്, ബാർബിക്യൂ ചെയ്യാനുള്ള പല ഡിസൈനിലും പല വലിപ്പത്തിലുമുള്ള ഇലക്ട്രിക് ഗ്രിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇലക്ട്രിക് മാത്രമല്ല, ചാർക്കോളിൻ്റെ ഗ്രില്ലും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. ചാർക്കോളിൻ്റെ ചെറിയ മിനി ഗ്രിൽ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്.
ഇവിടെ ഈ ഏരിയയിലെ ഗാർഡൻ ഫർണിച്ചേഴ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഏത് രീതിയിലുള്ള ഫർണിച്ചേഴ്സ് വേണേലും നിങ്ങൾക്ക് ഇവിടെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫ് സീസൺ ആയി, പക്ഷേ ഈ സമയത്ത് പോയാൽ നിങ്ങൾക്ക് ധാരാളം ഐറ്റംസ് സെയിലിന് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ ഈ സമയത്ത് വളരെ വിലക്കുറച്ച് കിട്ടും എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഓഫ് സീസണിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ അവർ വിൽക്കുന്നത്. കണ്ടില്ലേ, വളരെ ഭംഗിയുള്ള മോങ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ മുതൽ ഇൻഡോ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് തുടങ്ങിയായി. ചൈനീസ് ബാംബു, അതുപോലെ പല വെറൈറ്റിയിലുള്ള ഇൻഡോ പ്ലാന്റ്സ് ഈ സെക്ഷനിൽ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം ഓർക്കിഡിൻ്റെ കളക്ഷനാണ്. പല വെറൈറ്റിയിലുള്ള ഓർക്കിഡ്സ് ഉണ്ട്. ഇവിടൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ഇരിക്കുന്ന. ഫ്ലവർ വേസും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും നമ്മൾ നേരത്തെ പുറത്ത് കണ്ട ഓറഞ്ചും ലെമണും ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ആർട്ടിഫിഷ്യൽ ഓറഞ്ചസും ലെമണും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ കണ്ടു, വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഒരു ബുദ്ധയാണ്. ഇതൊക്കെ വീട്ടിനകത്തും മേടിച്ച് വയ്ക്കാൻ പറ്റുന്ന വാട്ടർ ഫൗണ്ടൻസ് ആണ്. ഗാർഡനിൽ വേണേലും വെക്കാം, നമുക്ക് ഇൻഡോറിലും അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ഗാർഡൻ മോങ്സ് ആണ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും. പിന്നെ ട്രാവൽ ആക്സസറീസ് ആണ് ഈ സൈഡിലൊക്കെ. അതുപോലെ ജാക്കറ്റുകളുണ്ട്. വിൻ്റർ ആകുമ്പോൾ ധാരാളം ജാക്കറ്റ് ഇവിടെ സെയിൽ ഉണ്ടാകും എന്നാണ് ഇവരെ നമ്മളോട് പറഞ്ഞത്. പിന്നെ ഈ സൈഡിലൊരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി കോഫി കുടിക്കാൻ ധൃതി വെച്ച് നിൽക്കുവാണ് സുനിലേട്ടൻ. ഞങ്ങളും അങ്ങോട്ട് പോവാണ്. അവിടെ 2 ക്യൂട്ട് പപ്പീസ് നിൽപ്പുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് വന്നതാണ്, അവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാക്ടസിൻ്റെ ഒരു ലോകം. വലിയ കാക്ടസ് മുതൽ ചെറിയ കാക്ടസ് വരെ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് പുസ്തകങ്ങളുടെ ഒരു സെക്ഷനാണ്. കുട്ടികളുടെ ഒരു സോഫ്റ്റ് പ്ലേ ഏരിയയും ഉണ്ട്. ഷോപ്പിങ്ങും ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. താങ്ക്